ഡൽഹിയിലെ മാളവ്യ നഗറിലെ റെസ്റ്റോറന്റിൽ തീപിടിച്ച് വൻ ദുരന്തം. 21 പേർ മരിച്ചു. കെട്ടിടത്തിൽ കുടുങ്ങിക്കിടന്ന 37 പേരെ രക്ഷപ്പെടുത്തി. മരിച്ചവരിൽ വിദേശികളുമുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ അടിയന്തര സഹായം മുഖ്യമന്ത്രി രേഖ ഗുപ്ത പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി അഖില CP ആണ് ചേരുന്നത്. അഖില, എപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്? എന്താണ് രക്ഷാപ്രവർത്തനം? അവിടെ പുരോഗമിക്കുകയാണോ? വിവരങ്ങൾ. ഷാമിലി, ഇന്ന് രാവിലെ ഏകദേശം 8:50 കൂടിയാണ് മാൽവിയ നഗറിലെ മികാസ ഇൻ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിൽ തീപിടുത്തമുണ്ടാകുന്നത്. അവിടെ തീപിടിക്കുന്ന സമയത്ത് ഏകദേശം 40-ലധികം പേരുണ്ടായിരുന്നു. ഏകദേശം ഒരു 5 നില കെട്ടിടമാണ്. 25 മുറികളുള്ള ഒരു 5 നില കെട്ടിടമാണ്. ഇടുങ്ങിയ ഒരു പ്രദേശത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായപ്പോൾ രക്ഷാപ്രവർത്തനം ഈ ഫയർഫോഴ്സിനും സംഘത്തിനും അവിടേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വളരെ വൈകിയാണ് ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിലധികം 40ഓളം പേരെ ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തുകയായിരുന്നു. 21 മരണം ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഈ ഇന്ത്യയിലേക്ക് ചികിത്സയ്ക്ക് എത്തിയ വിദേശികളും ഈ റെസ്റ്റോറൻറ്റിൽ മുറിയെടുത്തിരുന്നു. പലരും ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് 8:50 എന്ന് പറയുന്നത്. രാവിലെ ഇത്തരത്തിൽ 9 മണിയാകുന്നതോടുകൂടി എല്ലാവരും എണീക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മിക്കവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു വലിയ അപകടമുണ്ടായത്. ഈ അപകടം എല്ലാവരിലേക്ക് എത്താനും വൈകി എന്നുള്ളൊരു റിപ്പോർട്ടുകളുണ്ട്. ഈ പറയുന്നത് പോലെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൽഹി സർക്കാർ എന്തായാലും ഒരു അടിയന്തര സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാം അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എത്രത്തോളം വലിയ അപകടമാണ് നടന്നിരിക്കുന്നത് എന്ന്. കാരണം മുകളിൽ നിന്ന് ആളുകളെ താഴേക്ക് ഇടുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. വലിയ രീതിയിൽ ഗുരുതരമായി പൊള്ളലേറ്റാണ് പലരെയും രക്ഷിച്ചത്. പലരും ഈ ഗുരുതരമായി ICUവിലടക്കം ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വലിയ അപകടമാണ് നടന്നിരിക്കുന്നത്. ഞെട്ടിക്കുന്ന ഒരു അപകടം ഉണ്ടായിരിക്കുന്നു. ഈ അപകടം പുറത്തറിയാൻ വൈകിയതാണ് ഇത്തരത്തിൽ മരണസംഖ്യ ഉയരാൻ കാരണമായത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും അവിടെ പരിശോധന തുടരുകയാണ്. ഫയർഫോഴ്സ് 10-ലധികം യൂണിറ്റുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശ്യാമലി. ശരി, അഖില CP വിവരങ്ങൾ നൽകിയത്.